ശബ്ദം ആരുടെ ശബ്ദമാണ്? പാർവതി ദേവി, എനിക്ക് രക്ഷ നൽകൂ. കൂളിവാകെ, നീ ഭയപ്പെടേണ്ട. മുൻ ജന്മത്തിലെ ശാപം ഇപ്പോൾ വരമായി മാറി. പരമേശ്വരന്റെ പുത്രനെ മുലയൂട്ടാൻ നിനക്ക് ഭാഗ്യമുണ്ടാകും. വീട്ടിലേക്കു ധൈര്യമായി പോവുക. ദേവി വേഷം മാറി കൂളിവാവയായി മാറി ശ്രീ പരമേശ്വരന്റെ അടുത്തേക്ക് പോകുകയും വേൽച്ചയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ നിന്ന് 400 കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു. അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി. ഈ കുട്ടിയേട്ടിയെ കരിങ്കുട്ടി ചാത്തൻ എന്ന് വിളിക്കുകയും ചെയ്തു. ഇവരിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ സ്വാമി. കാടിന്റെ മായയിൽ നിന്നു ജനിച്ചു ചാത്തന്മാരുടെ ശക്തി. നിങ്ങളുടെ ശക്തി ഒരു ദിവസം ലോകത്തെ രക്ഷിക്കും. നിങ്ങളുടെ ജന്മരഹസ്യം അറിയേണ്ട സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ ശിവനും പാർവതിയുമാണ്. കൈലാസത്തിലേക്ക് പോകാം, നമ്മുടെ സത്യമറിയാൻ. നിൽക്കൂ, ഇത് കൈലാസത്തിന്റെ കവാടമാണ്. ആരാണ് നിങ്ങൾ? ഞങ്ങൾ ചാത്തന്മാരാണ്. ശിവനെ കാണാനാ വന്നത്. ഇപ്പോ അകത്തു പോകാൻ പറ്റില്ല, ഇവിടെ തന്നെ നിൽക്കൂ. ചാത്തൻ കൈലാസത്തിനകത്ത് പ്രവേശിക്കാനായി തന്റെ മായാശക്തി ഉപയോഗിച്ചു. അതോടെ അവൻ മഹാവിഷ്ണുവിന്റെ വേഷം ധരിച്ചു. നന്ദികേശ, ഞാൻ മഹാവിഷ്ണുവാണ്. ശിവനെ കാണാൻ വന്നിരിക്കുന്നു. മഹാവിഷ്ണുവേ, കൈലാസത്തിലേക്ക് വന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. നിന്റെ മായ എനിക്ക് വ്യക്തമായി കാണുന്നു. നീ വിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചു. അതുകൊണ്ട് ഇനി മുതൽ നിനക്ക് വിഷ്ണുമായ എന്ന പേരായിരിക്കും. നമസ്തേ മഹാദേവ. ചാത്തന്മാരെ, യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ആയുധങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയണം. സ്വാമി, ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞുകൊടുക്കുകയും ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ദുഷ്ടനായ ജലന്ധരനെ ഒടുവിൽ വിഷ്ണുമായ തന്റെ ചക്രം ഉപയോഗിച്ച് നശിപ്പിച്ചു. ജലന്ധരനെ വധിച്ചതിനു ശേഷം സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോയി അവിടെ താമസിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ തന്റെ പഴയ ഗോത്രവർഗ്ഗക്കാർക്കൊപ്പം തന്നെ ജീവിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് വിഷ്ണുമായ തിരികെ കാടുകളിലേക്ക് മടങ്ങി. ഇന്നും കേരളത്തിലെ കാടുകളിൽ വിഷ്ണുമായ ചാത്തൻ രക്ഷകനായി നിലകൊള്ളുന്നു.